വരുമ്പോൾ ഒരു ലൈസൻസ്ഡ് നേഴ്സ് ആയിട്ട് നമുക്ക് ജർമ്മനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ബെനഫിറ്റ്സിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് സംസാരിക്കാം. ആദ്യം നമ്മുടെ ആ ഒരു ബേസിക്സ് ഒന്ന് കവർ ചെയ്ത് പോവാം. ഒരു നഴ്സിന് ജർമ്മനിയിലേക്ക് പോകാനായിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 ആണ്. 45 ഇയേഴ്സ് ഓൾഡ് വരെയുള്ള എല്ലാവർക്കും നേഴ്സായിട്ട് അവിടേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ടെസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി ഒരു പ്രാവശ്യമാണ് ഈ ഒരു ജർമ്മൻ ലാംഗ്വേജിന്റെ ടെസ്റ്റ് വരുന്നത്. ടെസ്റ്റ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ടെസ്റ്റ് 3 തരത്തിലുള്ള ടെസ്റ്റ് നഴ്സസിനെ അറ്റൻഡ് ചെയ്യാം. ഒന്ന് ഗോയത്തെ, ദെൻ OSD, ദെൻ ടെൽക്ക്. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. കാരണം ഇതിലെ ഏത് സർട്ടിഫിക്കറ്റ് എടുത്താലും നമുക്ക് ജർമ്മനിയിൽ ആക്സെപ്റ്റബിൾ ആണ്, അത് വാലിഡ് ആണ്. ഇനി ഏതൊക്കെയാണ് ടെസ്റ്റ് സെന്റേഴ്സ് വരുന്നത്? ഇപ്പൊ ഗോയത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എറണാകുളത്തും ട്രിവാൻഡ്രത്തും ആണ് വരുന്നത്. അതേപോലെ തന്നെ OSDക്കും ടെൽക്കിനും കേരളത്തിൽ സെന്റേഴ്സ് ഉണ്ട്. ഇനിയിപ്പോ പുറത്ത് പോയിട്ട് എഴുതാനാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ഇന്ത്യ തന്നെ നമുക്ക് ഒരുപാട് ടെസ്റ്റ് സെന്റേഴ്സ് വരുന്നുണ്ട്. ഇനി എന്താണ് എലിജിബിലിറ്റി? ഒരു ജർമ്മനി എന്ന് പറയുന്ന ആ ഒരു കൺട്രിയിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ഒരു നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എലിജിബിലിറ്റി വേണ്ടത്? ദ വെരി ഫസ്റ്റ് തിങ് ഇസ് ജർമ്മൻ B2 ലെവൽ പാസ് ആവുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ചിലപ്പോൾ ജർമ്മനിനെ പറ്റിയിട്ട് അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് 4 മോഡ്യൂൾസ് ആണ് എടുക്കേണ്ടത്. ജർമ്മൻ A1, A2, B1, B2. ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആക്ച്വലി 6 ലെവൽസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 4 ലെവൽസേ ആവശ്യമുള്ളൂ. A1, A2, B1 ആൻഡ് B2. അതേപോലെ തന്നെ നിങ്ങളുടെ നഴ്സിംഗ് സർട്ടിഫിക്കറ്റും കൂടെ ആവശ്യമാണ്. ഓക്കെ. ആൻഡ് എക്സാം ഫീ എന്ന് പറയുന്നത് ഓരോ ലെവൽസിലും ഡിഫറെന്റ് ആണ്. ഇപ്പൊ A1ന് 9,000 ആണ് എന്നുണ്ടെങ്കിൽ A2ന് കുറച്ച് മാറും. അതേപോലെ B1നും B2നും എല്ലാം പ്രൈസ് റേഞ്ച് മാറുന്നുണ്ട്. അത് അപ്രോക്സിമേറ്റ്ലി ഒരു 9,000 to 21,000 ഓരോ ലെവൽസിലും വേരി ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് എല്ലാ ലെവൽസും അറ്റൻഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. B2ന്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കി ലെവൽസ് അറ്റൻഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഇൻസ്പയർ അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ പറയാം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എല്ലാ ലെവൽസും അറ്റൻഡ് ചെയ്യാനാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡന്റ് ആവും. നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനും ഒന്ന് അസസ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ലെവൽസും അറ്റൻഡ് ചെയ്താൽ വളരെ നല്ലത് എന്ന് വെച്ചത് നിർബന്ധമല്ല. ഓക്കെ. ഇനി നമുക്ക് ജർമ്മനി എന്താണ്, നമ്മുടെ ജർമ്മനിനെ പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ. എന്തുകൊണ്ട് ജർമ്മനി സെലക്ട് ചെയ്യണം, എന്താണ് ജർമ്മനി സെലക്ട് ചെയ്യാനുള്ള കുറച്ച് റീസൺസ് ഒന്ന് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്നത്, യൂറോപ്പിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി എന്ന് എനിക്ക് ജർമ്മനിനെ പറയാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവൂല്ലേ, ഒരു ഹൈ സാലറി കൊടുക്കുന്ന ഒരു കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു എക്കണമി എന്ന് പറയുന്നത് അത്ര മോശമാവാൻ വഴിയില്ല. കറക്റ്റ് അല്ലേ? അപ്പോ ഇത്രയും കൺട്രീസ് എടുക്കുമ്പോൾ ഒരു ഹൈലി പേ ചെയ്യുന്ന നഴ്സസിനെ ഏറ്റവും കൂടുതൽ പേ ചെയ്യുന്ന വൺ ഓഫ് ദ കൺട്രീസ് ആണ് ആക്ച്വലി ജർമ്മനി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് എന്ത് പറയാം, റിച്ചസ്റ്റ് കൺട്രി ആണ് യൂറോപ്പിലെ എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെയാണ് അവിടുത്തെ ടെക്നോളജി, വേൾഡ് ക്ലാസ് ടെക്നോളജിയാണ്. അതുപോലെ അവിടുത്തെ ഡിഫൻസ് സിസ്റ്റം, നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 8 to 10 ടൈംസ് ആണ്. ബാക്കി ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 to 10 ടൈംസ് സാലറി ആണ് ആക്ച്വലി നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ 500,000, ദാറ്റ് മീൻസ് 5 lakh വേക്കൻസീസ് ആണ് ഒരു സ്കിൽ ഫോറിൻ വർക്കറിന് അവർ കൊടുക്കുന്നത്. അത്രയും വേക്കൻസീസ് ആക്ച്വലി അവിടെ അവൈലബിൾ ആണ്. അപ്പോ ഞാനിപ്പോ ഈ ഒരു ലെവൽസ് ഒക്കെ പഠിച്ച് ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ചു കഴിയുമ്പോഴേക്കും എനിക്ക് ആ ജോലി കിട്ടുമെന്നുള്ളതിന് ആ ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നിങ്ങൾക്ക് എന്താണ് അത്രയും വേക്കൻസീസ് അവൈലബിൾ ആണ്. ഓക്കെ. അത് ഹോസ്പിറ്റൽസിലായിക്കോട്ടെ, ഇനിയിപ്പോ ഹോം കെയറിലാണെങ്കിലും ഓൾഡ് ഏജ് ഹോംസിലാണെങ്കിലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യണം. നിങ്ങൾ ഒരിക്കലും ഹോസ്പിറ്റൽസോ ഓൾഡ് ഏജ് ഹോംസോ നമ്മുടെ നാട്ടിലത്തെ എന്താ പറയാ ഓൾഡ് ഏജ് ഹോംസോ ഹോസ്പിറ്റൽസോ ആയിട്ട് കമ്പയർ ചെയ്യരുത്. ആ ഒരു ഫെസിലിറ്റിയോ ആ ഒരു ട്രീറ്റ്മെന്റോ അല്ല നമുക്ക് ജർമ്മനിയിൽ കിട്ടുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ബെനിഫിറ്റ് എന്താണ്? അവിടുത്തെ നമ്മളിപ്പോ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോവാണ്, നമ്മുടെ ഫാമിലി റീയൂണിയൻ വിസ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളെയും സ്പൗസിനെയും ഒക്കെ കൊണ്ടുപോവാം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഫ്രീ ആയിട്ടാണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് യൂറോപ്യൻ സ്കൂൾസിൽ അവര് ആക്ച്വലി സ്റ്റഡി പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പോ ആ ഒരു കാര്യത്തിലും യുവർ കിഡ്സ് സ്റ്റഡി ഫോർ ഫ്രീ ഇൻ യൂറോപ്യൻ സ്കൂൾസ്, അത് ഒരു ചെറിയ കാര്യമല്ല അല്ലെ? അത് നഴ്സസിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അത് വേറൊരു കൺട്രി, മിക്കവാറും കൺട്രീസ് ഒന്നും അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേറ്റീവ്സിനെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലി റീയൂണിയൻ വിസ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റിലേറ്റീവ്സിനെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. പിന്നെ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് അത്ര ഹാർഡ് തിങ് ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് തന്നെ നടക്കുന്ന കാര്യമാണ്. നമുക്കറിയാം ഇപ്പൊ UK എടുത്താലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഫോറിൻ കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടാസ്ക് ആക്ച്വലി. ഓക്കെ, അത് അത്ര ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. സോ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ജർമ്മനിനെ സംബന്ധിച്ചിടത്തോളം, നഴ്സസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി അവിടെ നൽകുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി നഴ്സസ് ആണ്, ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പറയണ്ട, നിങ്ങൾക്ക് ചെല്ലുമ്പോൾ തൊട്ട് തന്നെ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്നാലും പറയാണ്, അവിടുത്തെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത് മാച്ച് ചെയ്യാനേ പറ്റാത്തതാണ്. ഓക്കെ, സോ യു ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് ഇറ്റ് ഇഫ് യു ആർ if you are going to choose Germany. ഇനി എന്തുകൊണ്ടാണ് ജർമ്മനി ഇന്ത്യൻ നഴ്സസിന്, വൈ ജർമ്മനി ഫോർ ഇന്ത്യൻ നഴ്സസ്, എന്തുകൊണ്ട് ഒരു ഇന്ത്യൻ നഴ്സ് ജർമ്മനിയെ ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്ടർ ആയാലും ശരി പ്രൈവറ്റ് സെക്ടർ ആയാലും ശരി പെർമനന്റ് ആയിട്ടുള്ള ജോബ് ഓഫർ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പൗസ് വീസ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഇപ്പോ എന്താ പറയാ, ലേഡി നഴ്സസ് ആയാലും ശരി അല്ലെങ്കിൽ മെയിൽ നഴ്സസ് ആയാലും ശരി, അവര് പോകുമ്പോ അവർക്ക് നമ്മുടെ സ്പൗസിനെ കൊണ്ടുപോകാനുള്ള ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതും അവിടെ വളരെ എളുപ്പത്തിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ ഈ പറയുന്നതെല്ലാം വളരെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ബാക്കിയുള്ള കൺട്രീസ് പോലെ വളരെ ബുദ്ധിമുട്ടില്ല, ഒരുപാട് നാളെടുക്കില്ല. കാരണം റൂൾസ് മാറി വരുന്ന കുറെ ഇഷ്യൂസ് ഒക്കെ പല കൺട്രീസിലും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ജർമ്മനിയിൽ വരുന്നില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കരിയർ ഗ്രോത്ത്, ഹൈ പേ സ്കെയിൽ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള സാലറി അല്ല, കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയാലും അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സെയിം സാലറിയിൽ പോവാന്നുള്ള ഒരു കാര്യമേ അവിടെ വരുന്നില്ല. നിങ്ങൾക്ക് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവും, നിങ്ങൾക്ക് ഹൈലി നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ സാലറി എന്താ പറയാ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഏകദേശം ഒരു 2500 to 3500 ആ ഒരു റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അത് നിങ്ങളുടെ ആ ഒരു ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്, അൾട്ടിമേറ്റ്ലി എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ കരിയർ ഗ്രോത്ത്, നമ്മുടെ ആ ഒരു എന്താ പറയാ നമ്മൾ ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെ? അഫ്കോഴ്സ് നമ്മൾ ആ ഒരു വർക്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും കൂടെ അൾട്ടിമേറ്റ്ലി അതിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നല്ലൊരു സാലറി ഉണ്ടാവണം എന്ന് തന്നെയാണ്. അത് നമുക്ക് ജർമ്മനിയിൽ 100% കിട്ടും എന്നുള്ളത് അഷ്വർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവിടുത്തെ ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഞാൻ ഇതിങ്ങനെ പറയുന്നതിനേക്കാളും, ഇൻസ്റ്റെഡ് ഓഫ് റീച്ചിങ് ഓൾ ദീസ് തിങ്സ്, ഇറ്റ്സ് ബെറ്റർ ടു എക്സ്പീരിയൻസ് ഇറ്റ്. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ആക്ച്വലി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു കൺട്രി കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് അല്ലെ? ആ കൺട്രിയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആക്ച്വലി. നമുക്ക് ഒരു വിസ കിട്ടി അങ്ങോട്ട് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ടൈം എടുക്കുന്ന ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ് തന്നെയാണ്. എന്നാൽ ഒരു ജർമ്മനിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നേഴ്സിന് കിട്ടുന്ന വിസ യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 27 കൺട്രീസോളം ഇവർക്ക് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ ഇന്ത്യ തന്നെ എടുക്കാം. ഇന്ത്യയിൽ ഇപ്പൊ കേരളത്തിൽ നിന്ന് നെയ്ബറിംഗ് സ്റ്റേറ്റ്സിലേക്ക് പോവാൻ, ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് പോവാനോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ പോവാനോ ഒന്നും നമുക്ക് എന്ത് വേണ്ട, വിസയൊന്നും വേണ്ട അല്ലെ? ഇറ്റ്സ് വെരി ഒരു ഒറ്റ ബൗണ്ടറിയുടെ ഉള്ളിലുള്ള കുറെ സ്റ്റേറ്റ്സ് ആണ്. അതേപോലെ തന്നെ ഒറ്റ ബൗണ്ടറിയിലുള്ള കുറെ കൺട്രീസ് ആണ് ആക്ച്വലി ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ, സ്വിറ്റ്സർലൻഡ്, സൈപ്രസ്, ജർമ്മനി, ഡെൻമാർക്ക്, ഞാൻ എല്ലാം പറയുന്നില്ല, സ്പെയിൻ, ഗ്രീസ്,
ഗ്രീസിന്റെ ഒക്കെ ആ ഒരു ബ്യൂട്ടി നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇപ്പോ എന്താ പറയാ, നമ്മുടെ മൂവീസിലായാലും ഒക്കെ യൂറോപ്യൻ കൺട്രീസിന്റെ ആ ഒരു ബ്യൂട്ടി നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് നേരിട്ട് നമുക്ക് കാണാനുള്ളൊരു ആഗ്രഹം നമുക്ക് എന്തായാലും ഉണ്ടാവില്ലേ. അത് നേരിട്ട് കാണാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്നുണ്ടെങ്കിലോ, വൺസ് യു ആർ ഇൻ ജർമ്മനി ഇറ്റ്സ് വെരി ഈസി ടു ആക്സസ് ഓൾ ദീസ് കൺട്രീസ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ബിക്കോസ് ഒരു ഷെങ്കൻ കൺട്രീസ്, ഞാൻ ഈ പറഞ്ഞതെല്ലാം ഷെങ്കൻ കൺട്രീസ് എന്നാണ് അതിന് പറയാ. ഷെങ്കൻ കൺട്രീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബോർഡർ ബാരിയേഴ്സ് ഇല്ല. ഒരു ഷെങ്കൻ കൺട്രിയിലുള്ള ഒരാൾക്ക് ബാക്കിയുള്ള ഷെങ്കൻ കൺട്രീസിലേക്ക് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, വിസിറ്റ് ചെയ്യാനും അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് ജർമ്മനി എന്ന് പറയുമ്പോൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീസൺ കൊണ്ട് മാത്രം ജർമ്മനി ചൂസ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, ഞാൻ ഈ മുമ്പ് പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങളാണ് അല്ലെ, വളരെ അഡ്വാൻറ്റേജസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും നല്ല കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജർമ്മനി സെലക്ട് ചെയ്ത് കൂടാ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട സമയമായിരിക്കണം. ഓക്കെ, ആൻഡ് പി ആർ ആയാലും സിറ്റിസൺഷിപ്പ് ആയാലും വളരെ ഈസി ആയിട്ടാണ്. ഇപ്പൊ പി ആർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ഓൺലി 3 to 5 years നമുക്ക് പി ആർ കിട്ടാനായിട്ട് എടുക്കുന്നുള്ളൂ. ആൻഡ് സിറ്റിസൺഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ വിതിൻ 7 years നമുക്ക് സിറ്റിസൺഷിപ്പും ജർമ്മനിയിൽ കിട്ടുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും കൺട്രിയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് പെൻഷൻ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പെൻഷൻ ഫണ്ട് ആക്ച്വലി ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. So it's very important to know all these things while you're choosing a country to travel. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, വളരെ നിർബന്ധമാണ്. ഓക്കെ, എനിക്ക് അബ്രോഡ് പോകണം, എങ്ങടെങ്കിലും പോയാൽ മതി എന്ന് വെച്ചിട്ട് തീരുമാനിക്കരുത്. ഏറ്റവും നല്ലതിലേക്ക് തന്നെ എത്തിപ്പെടണം. വി ഇൻസ്പയർ യു ടു ആസ്പയർ ദ ബെസ്റ്റ്. അതാണ് നമ്മുടെ ഒരു മിഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ജർമ്മനിയിലേക്ക് ഏതൊക്കെ കാറ്റഗറിയിലുള്ള നഴ്സസിനാണ് പോകാൻ പറ്റുക? ഒന്ന് BSc നഴ്സസിന് പോകാൻ പറ്റും, MSc നഴ്സസിന് പോകാൻ പറ്റും, GNM നഴ്സസിനും പോകാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഈ ഒരു എന്താ പറയാ, ജർമ്മനിയിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ ഓൾറെഡി ഒരു നേഴ്സാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ഭാഷ പഠിക്കുക എന്നുള്ളതാ. അത് ഏത് കൺട്രിയിലേക്ക് പോകണമെങ്കിലും ഭാഷ പഠിക്കണം, ജർമ്മനിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിലും ഭാഷ പഠിക്കണം. ഏത് ഭാഷയാണ് പഠിക്കേണ്ടത്? ഏത് ഭാഷയാണ് പഠിക്കണ്ടേ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്തേ. ജർമ്മൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ജർമ്മൻ എന്ന് പറയുന്ന ഭാഷയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തിനാണ് ജർമ്മൻ ഭാഷ പഠിക്കുന്നത്? നിങ്ങൾ നേഴ്സസ് ആണ് അല്ലെ? അപ്പോ എന്തായാലും നിങ്ങൾക്ക് അവിടുത്തെ നേറ്റീവ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പറ്റില്ല. അപ്പൊ നേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ നേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര എന്റർടൈൻ ചെയ്യാത്തവരാ. അവർക്ക് അവരുടെ ഭാഷ മാത്രമേ അവർ സംസാരിക്കുള്ളൂ. സോ അവരതുകൊണ്ടാണ് ഈ ഒരു ലാംഗ്വേജ് പഠിച്ചിട്ടേ അങ്ങോട്ട് ചെല്ലാവൂ എന്ന് അത്രയും നിർബന്ധം പിടിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഹെൽത്ത് കെയർ ഫീൽഡാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യുനോ ടു ബി പ്രിസൈസ്, റൈറ്റ്? ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നേഴ്സസിന് ജർമ്മൻ പഠിച്ചിട്ടേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് പറയുന്നത്. അതും B2 ലെവൽ വേണം എന്നുള്ളത് പറയുന്നത്. ഇപ്പൊ ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ B2 ലെവൽ ഒന്നും വേണം എന്നില്ല, അവർക്ക് A2 ലെവലൊക്കെ മതിയാവും. ഓക്കെ, അപ്പോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ദിസ് ലാംഗ്വേജ്. ഇനി ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾക്കൊരു ചെറിയൊരു ഡെമോ, അത്ര വലിയൊരു ടൈം എടുത്തിട്ടുള്ളതൊന്നല്ല. ഇറ്റ് വിൽ ടേക്ക് ഓൺലി 5 minutes. അപ്പോ നമുക്കൊരു ജസ്റ്റ് മാക്സിമം 5 minutes എടുക്കുള്ളൂ. നമുക്ക് അലീന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫാക്കൽറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അലീന മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയൊരു ഡെമോ, എത്രത്തോളം ഈസി ആയിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും, അതിലേക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു 5 minutes നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ആരും ലീവ് ചെയ്യരുത്. ഓവർ ടു യു അലീന മാം. ഇപ്പൊ തന്നെ സമയം 9:11 ആയി. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ പറയും ഗുഡ് നൈറ്റ് എന്നായിരിക്കും പറയുന്നത്. പക്ഷേ നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ നമുക്ക് എല്ലാ സമയത്തും, അതായത് ഈവൻ രാവിലെ തൊട്ട് മിഡ് നൈറ്റ് വരെയാണ് നമുക്കൊരു പറയാം. സോ ഗുട്ടൻ ടാഗ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഞാൻ എല്ലാവരെയും ഗുഡ് ടാഗ് എന്ന് പറഞ്ഞിട്ട്, ഗുട്ടൻ ടാഗ് എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും ചെയ്യുന്നു. സോ മാം പറഞ്ഞതുപോലെ തന്നെ, അതായത് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിന് 4 ലെവൽസ്, അതായത് നിങ്ങൾ നഴ്സസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 4 ലെവൽസ് ആണ് ഉള്ളത്. അതായത് A1, A2, B1, B2. സോ
ഈ 4 ലെവൽസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് അതൊരു പുതിയ ലാംഗ്വേജ് ആണ് പഠിക്കുന്നത്. സോ പുതിയ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരിക്കലും പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടല്ലായിരിക്കും വരുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ജർമ്മൻ ലാംഗ്വേജിന്റെ ആദ്യം പഠിക്കുന്ന കാര്യമാണ് ABCD. അതായത് നമ്മൾ ഏറ്റവും കുഞ്ഞിൽ അതായത് നമ്മൾ LKG പഠിച്ച അതേ കാര്യം തന്നെയാണ് നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതായത് ABCD. സോ നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിനകത്ത് നമ്മൾ സാധാരണ രീതിയിൽ അതായത് സെയിം ആൽഫബറ്റ്സ് തന്നെയാണ് ഇംഗ്ലീഷിലെ സെയിം ആൽഫബറ്റ്സ് തന്നെയാണ് ലാംഗ്വേജിനകത്ത്. പക്ഷേ അതിന്റെ പ്രൊനൗൺസിയേഷൻ മാത്രമേ ഉള്ളൂ ചേഞ്ച് വരുന്നുള്ളൂ. അതായത് ഇവിടെ എ എന്ന് പറയുന്നതിന് ആ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. എക്ക് ആ എന്നായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബി എന്നതിന് ബേ. ദെൻ സി എന്ന് പറയുന്നതിന് സേ എന്നായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. സേ. ദെൻ ഡി എന്ന് പറയുന്നത് ഡേ. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്നതിന് ആ. ഓക്കെ. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു 5 അത്രേ പറയുന്നുള്ളൂ. അപ്പം അതുപോലെ തന്നെ നമുക്ക് കുറെ സല്യൂട്ടേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഗുഡൻ ടാഗ് അതായത് ഗുഡ് ഡേ. അതായത് നമുക്ക് ഒരു മീനിങ് അതായത് രാവിലെ, രാത്രി ഗുഡ് മോർണിംഗ്, അതുപോലെ തന്നെ ഗുഡ് നൈറ്റ്, അതുപോലെ തന്നെ ഗുഡ് ഈവനിങ് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി കുറെ സല്യൂട്ടേഷൻസ് ഉണ്ട്. അതാണ് ഗുഡൻ മോർഗൻ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ്. ഗുഡൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഡേ. ദെൻ ഗുഡൻ നാക് മീൻസ് ഗുഡ് നൈറ്റ്. ദെൻ ഗുഡൻ ആബൻ മീൻസ് ഗുഡ് ഈവനിങ്. അതുപോലെ തന്നെ അതായത് നമ്മൾ ആദ്യമേ ജർമ്മൻ എന്ന് പറയുന്ന ആ ഒരു ഭാഷ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും ആദ്യം പറയുന്ന ഒരു കാര്യമാണ് അതായത് ഇറ്റ്സ് സോ ഹാർഡ്. അതായത് ഭയങ്കര പാടാണ് ഇത് പഠിക്കാൻ. ഇതൊരു ഭയങ്കര ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അത് ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് തന്നെയായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അതായത് സൊസൈറ്റി പറയുന്ന ഒരു കാര്യമാണ് ഒരു പുതിയൊരു ലാംഗ്വേജ് പഠിച്ചിട്ട് നിങ്ങൾ പോവുക അപ്പോൾ കുറെ സ്ട്രഗിൾസും കാര്യങ്ങളും ഉണ്ടായിരിക്കുമെന്ന്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം അതായത് ഞാൻ B2 ലെവൽ കഴിഞ്ഞ ഒരാളാണ്. സോ അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം ഇറ്റ്സ് ഈസി. അങ്ങനെ ഫുള്ളി ഈസി ആണെന്ന് ഞാൻ പറയില്ല, കാരണം അതൊരു കള്ളത്തരാവും. കാരണം ഒരു പുതിയൊരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കുറെ കാര്യങ്ങൾ പുതിയത് പഠിക്കണം. അതായത് നമ്മൾ ഹിന്ദി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് ഇപ്പൊ എളുപ്പമായിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു പുതിയ ലാംഗ്വേജ് ഇപ്പൊ നമ്മൾ പഠിക്കുവാണ്. സോ ആദ്യമേ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അതായത് ആദ്യം നമ്മൾ പഠിക്കുമ്പോഴേ അതായത് ജസ്റ്റ് ഒരു വേർഡ് സെന്റൻസ് വായിക്കാൻ പറയുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതെല്ലാം പറ്റും. അതുപോലെ തന്നെ ഇപ്പം അതായത് നമ്മളൊരു LKG അതായത് നമ്മൾ A1 ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഒരു LKG കുട്ടി തന്നെയാണ്. നമ്മൾ LKG പഠിക്കുന്ന പോലെ തന്നെ ABCD, ദെൻ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വേർഡ്സ്. ദെൻ A2 വരുമ്പോൾ നമ്മൾ സെന്റൻസ് മേക്ക് ചെയ്യാൻ തുടങ്ങും. B1 വരുമ്പോൾ അതിനെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് 2 സെന്റൻസുകളെ ജോയിൻ ചെയ്ത് പഠിക്കുന്നു. ദെൻ B2 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് വേണേൽ പറയാം. അതായത് നമ്മളുടെ ആ ഒരു അതായത് നമ്മൾ എന്തോരം പഠിച്ചു എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ആക്ച്വലി B2 ലെവൽ. അല്ലെങ്കിൽ എല്ലാ ലെവലിലും എക്സാംസ് ഉണ്ട്, എന്നാലും നമുക്ക് വേണ്ടത് B2 ലെവലാണ്. അപ്പം ഈ 4 മൊഡ്യൂൾസ് ആണ്. അതായത് നമ്മുടെ IELTS OET പോലെ തന്നെ നമുക്ക് 4 മൊഡ്യൂൾസ് ആണുള്ളത് അല്ലേ. അതായത് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്. പക്ഷെ ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതായത് IELTS അല്ലെങ്കിൽ OET എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ പേയ്മെന്റ് ഒക്കെ അടച്ച് നമ്മൾ വീണ്ടും എക്സാംസ് എഴുതണം. എന്നാൽ ജർമ്മൻ ലാംഗ്വേജിനുള്ളൊരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ കേസ് ഒരു മൊഡ്യൂളേ ഉള്ളൂ പോയിട്ടുള്ളെങ്കിൽ, അതായത് ഒരു മൊഡ്യൂളിൽ മാത്രമുള്ള മാർക്ക് ഇല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂൾ മാത്രം നമുക്ക് എഴുതിയാൽ മതി. ഈ ഒരു ഫുൾ മൊഡ്യൂൾ നമ്മൾ എഴുതേണ്ട കാര്യമില്ല, ആ ഒരു മൊഡ്യൂൾ മാത്രം. സോ നമുക്ക് അതിനായിട്ടുള്ള കുറെ അതായത് നമുക്ക് എക്സാം സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഒരു മൊഡ്യൂൾ അതായത് വീണ്ടും നമ്മൾ ഈ IELTS അല്ലെങ്കിൽ OET പോലെ തന്നെ നമ്മൾ വീണ്ടും പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ആ ഒരു മൊഡ്യൂൾ പോയാൽ ആ ഒരു മൊഡ്യൂൾ മാത്രം നമ്മൾ എഴുതിയെടുത്താൽ മതി. സോ അപ്പം അതെന്ന് പറയുന്നത് ഭയങ്കര അതായത് IELTS OETയും വെച്ച് നോക്കുമ്പോൾ ജർമ്മന്റെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതായത് ഇപ്പൊ IELTS അല്ലെങ്കിൽ OET കുറെ പ്രാവശ്യം എഴുതി പോകുന്നവരുണ്ട്. IELTS OETയും ചീത്തയാന്നല്ല, എന്നാൽ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇൻ കേസ് നമുക്ക് ആക്ച്വലി നമുക്ക് വേണ്ടത് 60 ഔട്ട് ഓഫ് 100 ആണ്. അതായത് 100ൽ 60 മാർക്കാണ് നമുക്ക് ആക്ച്വലി ജർമ്മൻ ലാംഗ്വേജിന് വേണ്ടത്. നമ്മൾ സ്കോർ ചെയ്യേണ്ട മാർക്ക് അതാണ്. ആ 60 മാർക്കിൽ ഇൻ കേസ് എന്തെങ്കിലും അതായത് ഇപ്പം ജസ്റ്റ് കുറവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂളിനെ ഉള്ളെങ്കിൽ ആ ഒരു മൊഡ്യൂൾ മാത്രം നമ്മൾ എഴുതിയെടുത്താൽ മതി. ഇതിനപ്പം അങ്ങനെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്, അതായത് സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ലാംഗ്വേജ് അല്ലെങ്കിൽ നമുക്കൊരു വേറെ ലാംഗ്വേജ് അറിയാം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം നമ്മൾ ആദ്യമേ പറയുന്ന സെന്റൻസ് ആയിരിക്കും പേരെന്നാന്നൊന്ന് ചോദിച്ചേ എന്നായിരിക്കും നമ്മൾ ആദ്യമേ പറയുന്ന കാര്യം.
അതായത് ഇപ്പം എടാ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരു ലാംഗ്വേജ് അറിയാന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പേരെങ്ങനെയാണെന്ന് പറഞ്ഞെന്ന് പറയുവാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഒരു സെന്റൻസ് ആണ്. അതായത് ജർമ്മൻ ലാംഗ്വേജിൽ പേരെങ്ങനെയാണ്, വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കുന്നതാണ് വാസ് ഇസ് ദൈൻ നാമേ, വാസ് ഇസ് ദൈൻ നാമേ. സോ നെയിം എന്നൊക്കെ ഉള്ളത് സെയിം നാമേ എന്നാണ്, പക്ഷെ എന്റെ പ്രൊനൗൺസിയേഷന് ചേഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ ആയിട്ട് പറയുന്നതാണ് മൈ നാമേ ഈസ് അലീന. മൈ നാമേ ഈസ്, അതായത് മൈ നെയിം ഈസ് അലീന. അപ്പം ആദ്യമേ ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ലെന്നൊക്കെ, അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതായത് പേരെങ്ങനെയാന്ന് ചോദിച്ചാ ജസ്റ്റ് നമുക്ക് പറയാം മൈ നാമേ ഈസ് അലീന. നമുക്ക് അതായത് ഒരു ലാംഗ്വേജ് നമ്മൾ ആദ്യമേ പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറയും, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്റെ പേര് എന്നതാണെങ്കിൽ നിന്റെ പേര് എന്താണെന്ന് ചോദിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതാണ് ഇവിടെ കാണുന്നത്. വാട്ട് ഇസ് ദൈ നാമേ, ദെൻ മൈ നാമേ ഈസ് അലീന. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ്, ജർമ്മൻ ലാംഗ്വേജിനകത്ത് കുറേ സിമിലർ വേർഡ്സ് ഉണ്ട്. അതായത് ഒരിക്കലും ഒരു പുതിയ വേർഡ് അല്ല നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മൾ കുറേ പുതിയ വേർഡ്സ് ഇല്ലെന്നല്ല, എന്നാൽ നമുക്ക് കുറേ ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ പുതിയ പുതിയ വേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്തൊരെണ്ണമാണ് നിങ്ങൾ കാണുന്ന എ ഫോർ ആപ്പിൾ. അതായത് നമ്മൾ ആദ്യമേ പഠിക്കുന്നതാണ് എ ഫോർ ആപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഈ ആപ്പിൾ എന്നുള്ളതിനെ നമ്മൾ ഡോയ്ഷ്ലാണ്. ഡോയ്ഷ് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജിന് പറയുന്ന പേരാണ് ഡോയ്ഷ്. സോ നമ്മൾ ഡോയ്ഷിൽ പറയുന്നതാണ് ദർ ആപ്പിൾ. ആപ്പിൾ എന്നുള്ളതിന് ദർ ആപ്പിൾ. അപ്പൊ നമുക്ക് ജർമ്മൻ ലാംഗ്വേജിനകത്ത് നമുക്ക് ഒരു ആർട്ടിക്കിൾസും കാര്യങ്ങളും ഉണ്ട്. ദി എന്നൊക്കെ പറയത്തില്ല, അപ്പൊ ആർട്ടിക്കിൾസും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ പഠിക്കും. Then അടുത്തതാണ് ബി ഫോർ ബാൽ. നമ്മൾ പോൾ എന്ന് പറയുന്നതിന് ഇത് ബാൽ, അതായത് എ എന്നുള്ളതിന് ആന്ന് പ്രൊനൗൺസ് ചെയ്യും. സെയിം സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ അതിന്റെ പ്രൊനൗൺസിയേഷൻ മാത്രം ചേഞ്ച് വരുന്നു. അതുപോലെ തന്നെ അടുത്തതാണ് സി ഫോർ ക്ലൗഡ്. സെയിം സ്പെല്ലിംഗ് ആൻഡ് ദെൻ സെയിം പ്രൊനൗൺസിയേഷൻ. സി ഫോർ ക്ലൗഡ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ സെയിം പ്രൊനൗൺസിയേഷൻ ആൻഡ് സെയിം സ്പെല്ലിംഗ്. അപ്പം അതുപോലെ തന്നെ ദ ഡ്രുക്കർ. ഡ്രുക്കർ മീൻസ് പ്രിന്റർ. പ്രിന്റർ എന്ന് പറയുന്നതാണ് ഡ്രുക്കർ. അപ്പൊ ഇതൊരു ചേഞ്ചിങ്. ഇത്രയും നേരം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ സെയിം വേർഡ്, അതായത് നമ്മൾ ആപ്പിൾ അല്ലെങ്കിൽ ബോൾ എന്നൊക്കെ പറയുന്നതിന് സെയിം സ്പെല്ലിങ്, അതുപോലെ തന്നെ ഏകദേശം സെയിം വരുന്ന രീതിയിലുള്ള പ്രൊനൗൺസിയേഷൻ കാര്യങ്ങൾ. എന്നാൽ അതിലൊരു ചേഞ്ച് വരുന്ന ഒരു ടൈപ്പാണ്, അതായത് പ്രിന്റർ മീൻസ് ഡ്രുക്കർ. ഡ്രുക്കർ അതിന്, അതായത് ഡി, അത് മീൻസ് ഡേ. ആ ഒരു പ്രൊനൗൺസിയേഷൻ ചേഞ്ച്. അതായത് നമ്മൾ ഈ ലാംഗ്വേജ് ഒന്നും ആക്ച്വലി ഒരു വലിയൊരു ഇതൊന്നുമല്ല. നമ്മൾ പഠിച്ചാൽ ഓക്കെയാണ്. ആ ഒരു A1 A2 B1 B2 നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. ഒരിക്കലും LKG പഠിക്കുന്ന ഒരു കുട്ടിയോട് 10ാം ക്ലാസ്സിലെ സെന്റൻസ് പറയാൻ പറഞ്ഞാൽ പറയില്ല. കാരണം അവർ പഠിച്ച് വന്നാലേ ഉള്ളൂ നമ്മൾ പറയുള്ളൂ. അതുപോലെ തന്നെയാണ് A1 നിന്ന് നമ്മൾ A2 അല്ലെങ്കിൽ B1 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോന്ന് പഠിച്ചു വരും. അപ്പൊ A1 നമ്മൾ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ് എഴുതാനാണ് പഠിച്ചെങ്കിൽ A2 വരുമ്പോൾ നമ്മളൊരു സെന്റൻസ് എഴുതാനാണ് പഠിക്കുന്നത്. സോ അങ്ങനെയാണ് ഓരോ ലെവൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ദെൻ ഇ ഫോർ ഐ. ഇ ഫോർ ഐ, എഗ് എന്ന് പറയുന്നതാണ് ഐ. ഐ എന്ന് പറഞ്ഞാൽ ഇ ഫോർ ഐ മീൻസ് എഗ്. ദെൻ ഇത്രയാണ് നമ്മുടെ ഞാനിപ്പോ തൽക്കാലം ഡെമോയ്ക്കകത്ത് കാണിക്കുന്നത്. ദെൻ ഇതിന്റെ അകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ കുറെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു. ദെൻ ഓക്കെ. യാ, താങ്ക് യു സോ മച്ച് അലീന മാം. വളരെ താങ്ക് യു ക്ലിയർ മാം. ആയിട്ട്, വളരെ ക്ലാരിറ്റിയോട് കൂടെ ഒന്നും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ അലീന മിസ് അത് വളരെ ക്ലാരിറ്റിയോട് കൂടെ തന്നെ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് അലീന മാം ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ കൺസേൺസും നമുക്ക് പ്രധാനമാണ്, നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്തുണ്ടെങ്കിലും നമ്മളോട് സംസാരിക്കണം നേരിട്ട്. എല്ലാവരും തിരിച്ചു വിളിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയണം. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഓൾസോ കോൺടാക്ട് us. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും we will be with you. നമുക്ക് എന്തായാലും ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് നമ്മുടെ ഈ ഒരു യാത്ര തുടരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം കൺട്രിയിലേക്ക് ഫ്ലൈ ചെയ്യാനായിട്ട് എത്രയും വേഗം തന്നെ സാധിക്കട്ടെ കേട്ടോ. Thank you so much. Thank you so much for your time. Thank you.